ഇതൊന്ന് നിർത്തിക്കൂടെ? നിർത്തിയിട്ട് എന്താ മെച്ചം? സമയം ഒരുപാടായി. അതാരുടെയും നിയന്ത്രണത്തിലല്ലല്ലോ. കുറച്ചൊക്കെ നിയന്ത്രിക്കണം. എനിക്കതൊക്കെ മനസ്സിലാവും. എല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. എടാ, പേടിക്കാൻ ആളില്ലാത്തതിന്റെ തകരാറാ ഇതൊക്കെ. തോന്നുമ്പോ വരും, തോന്നുമ്പോ പോവും. ഒരു കാര്യം അന്വേഷിക്കണ്ട. എനിക്ക് ആരെയും പേടിയില്ല. അമ്മ പേടിക്കാതെ പോയിക്കണം തുടങ്ങിക്കൊള്ളണം. ആഹാ, ഇവിടെ ആൾ നിൽക്കുന്നുണ്ടോ? ഇനി സൗമിനി, നിനക്കെന്തെങ്കിലും പരാതിയുണ്ടോ? ഇല്ല. ഛേ, നീ ആള് കൊള്ളാമല്ലോ. പരാതിപ്പെട്ടിട്ട് കാര്യമൊന്നല്ലല്ലോ. കറക്റ്റ്. കാര്യമുണ്ടെങ്കിലേ എന്തെങ്കിലും ചെയ്യാവൂ. ഓക്കെ. നീ ഉറങ്ങിയതാണോ? കുറെ കാലമായിട്ട് ഞാൻ ഉറങ്ങാണ്. ഗുഡ്. ഭാര്യമാരാണെങ്കിൽ അങ്ങനെ വേണം, എപ്പോഴും ഉറങ്ങണം. നേരം വെളുക്കാൻ ഇനി അധികം സമയമില്ല. നേരം വെളുക്കണ്ടെന്ന് പറഞ്ഞേക്കൂ. കുടിച്ചു കുടിച്ച് ബോധം നഷ്ടപ്പെട്ടു തുടങ്ങി. ഇനിയെങ്കിലും ഇത് നിർത്തിക്കൂടെ? കുടിക്കാത്ത നിനക്ക് പണ്ടേ ബോധമില്ലല്ലോ. എനിക്കുള്ള ബോധം മതി. പക്ഷേ നിങ്ങൾ കുറെ കൂടെ ബോധവാനായി ഇരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഐ സീ. എന്റെ അനുവാദം കൂടാതെ അതെടുക്കാൻ പാടില്ല. എല്ലാ കാര്യത്തിനും അനുവാദം വാങ്ങണമെന്നല്ല. സൗമിനി, നീ എന്നെ നന്നാക്കാൻ ഇറങ്ങി പുറപ്പെട്ടതാണ്. മേലിൽ ഇത് ആവർത്തിച്ചാൽ എടാ മധു, വേഗം കിടന്ന് ഉറങ്ങാൻ നോക്ക്. എന്തോ ആ ശബ്ദം മാത്രം എന്നെ നിയന്ത്രിക്കുന്നു. അവൻ ഉറക്കം ഉണരണമെങ്കിൽ ഇനി 2 മണിക്കൂർ കഴിയണം. പിന്നെ ഗോപാലൻ എന്താ കാലത്തെ? ഞാൻ വാങ്ങിയ രൂപ തിരിച്ചു തരാമെന്ന് കരുതി. ഓ, അതിനിപ്പോ ധൃതിയില്ലായിരുന്നല്ലോ. പിന്നെ കച്ചവടമൊക്കെ ശരിക്കും നടക്കുന്നു? തരക്കേടില്ല. അമ്മേ, ഇന്ന് മീൻ വാങ്ങിക്കണോ? വാങ്ങിച്ചിട്ട് ആര് കഴിക്കാനാ ജാനും? മധു പുറത്തുനിന്ന് കഴിച്ചിട്ടേ വരൂ. എനിക്കാണെങ്കിൽ വേണ്ട. പിന്നെ നിനക്ക് വേണമെങ്കിൽ വാങ്ങിച്ചു. അമ്മേ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. കേട്ടോടാ ഗോപാല, നോക്കിയും കണ്ടുമൊക്കെ നടന്ന നിനക്ക് ജീവിക്കാനുള്ള വക ഈ കട കൊണ്ടുണ്ടാക്കാം. പിന്നെ നീ ഒറ്റ തടിയല്ലേ ഉള്ളൂ. ശരി അമ്മേ. ഈ ചെടിയൊക്കെ വാടി നിൽക്കുന്നത് കണ്ടോ ജാനു? അതിന് ദിവസവും വെള്ളം ഒഴിക്കണം കേട്ടോ. എടി കേട്ടോന്ന്. ശരി അമ്മേ. ഇന്ന് വീട്ടിൽ വെച്ച് കാണണ്ടെന്ന് പറഞ്ഞതിന് ഒരു കാരണമുണ്ട്. എന്താ? എന്റെ ചേട്ടൻ ജയിലിൽ നിന്നിറങ്ങി ഏത് സമയം വീട്ടിൽ വരും. ഐ സീ. ഇനി എനിക്കൊരു സ്വസ്ഥത ഉണ്ടാവില്ല. അതൊന്നും സാരമില്ല. നമുക്ക് കാണാൻ ഇവിടെ എല്ലാ സ്ഥലങ്ങളുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, ഈ പണം കയ്യിൽ വെച്ചോളൂ. പണമോ? വേണ്ട. പണത്തിനു വേണ്ടിയല്ലല്ലോ ഞാൻ മധുവുമായി പരിചയപ്പെട്ടത്. ഞാൻ പറയുന്ന കേൾക്ക്. ജീവിതത്തിൽ എന്നും ഡാൻസ് ചെയ്യാൻ പറ്റില്ല. മധു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? ഞാൻ കാരണം മധു കുടുംബകാര്യത്തിൽ തീരെ ശ്രദ്ധിക്കുന്നില്ലല്ലേ? നീ കാരണമോ? എന്നാര് പറഞ്ഞു? നീ അല്ലെങ്കിൽ മറ്റൊരു സ്ത്രീ. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല. അപ്പോഴീ ഭാര്യ എന്ന് പറയുന്നത്? ഭാര്യയും ഒരു സ്ത്രീയാണെന്ന് മാത്രം. നീ എന്താ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത്? വളരെ അപൂർവമായിട്ടല്ലേ കാണാറുള്ളൂ. എപ്പോഴും കണ്ടുകൊണ്ടിരുന്നാൽ ആ കാണാനൊരു സുഖമില്ലല്ലേ? ഏതായാലും ഇവിടെ ജീവിച്ചിട്ടും നിങ്ങളോടൊപ്പം കഴിയാൻ എനിക്ക് പറ്റുന്നില്ല. എന്നാ പിന്നെ എന്റെ വീട്ടിലേക്ക് പോയാലോ എന്ന് ആലോചിക്കാണ്. അതൊരു നല്ല ഐഡിയ ആണ്. എന്തായാലും പ്രസവത്തിന് വീട്ടിൽ പോകണം. എന്നാ പിന്നെ കുറച്ച് നേരത്തെ അങ്ങ് പോയാൽ പ്രസവമൊക്കെ കഴിഞ്ഞ് ഒരു തയ്യാറെടുപ്പോടെ തിരിച്ചു വരാമല്ലോ. എന്നെ പറഞ്ഞേക്കാൻ വളരെ തിടുക്കമാണല്ലേ? ഏയ്, അങ്ങനെയൊന്നുമില്ല. പിന്നെ പോകുന്നു എന്ന് പറയുന്നവരെ തടഞ്ഞു നിർത്തുന്ന സ്വഭാവം എനിക്കില്ല.
ആ ഇതാ, നിനക്ക് കാശൊന്നും വേണ്ടേ? വലിയ തുകയായി കാണുമല്ലോ. ഓ, കുഞ്ഞിന്റെ കിടക്കുന്ന കാശ് ബാങ്കിൽ കിടക്കുന്ന പോലല്ലേ? എന്റെ ബാങ്ക് ഡിപ്പോസിറ്റിന് പറ്റിയതല്ല. ഇതാ, ഇത് വെച്ചോ. ആ ഇരിക്കട്ടെ. അപ്പോഴേ എങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ? യാതൊരു പട്ടിണിയുമില്ല, പരമസുഖം. സർക്കാർ കാര്യം മുറ പോലെ അല്ലേ? ഞാൻ മറ്റേ പോലെ കാണാം. ആ, ആശാൻ പറഞ്ഞു വന്ന കാര്യം എനിക്കത് വലിയ പേടിയൊന്നുമില്ല. പേടിക്കാതിരിക്കാൻ പറ്റില്ല ആശാനെ. അവർ വലിയ പണക്കാരാ. പണം ഉണ്ടെങ്കിൽ എന്തും നടക്കും. പണം എന്റെ പിന്നിലുള്ള തൊഴിലാളിയുടെ രക്തത്തുടിപ്പാന്മാർക്കറിയില്ല. ഈ തുടിക്കുന്ന രക്തമേ ഇനി പുറത്തോട്ട് വീഴാൻ തുടങ്ങുമ്പം ആശാനും തൊഴിലാളിയൊക്കെ ഒരു പരുവത്തിലാവും. അതുകൊണ്ട് എങ്ങനെയും കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാൻ നോക്ക്. അതാണ് നല്ലത്. ഗോപാല, നീ ഒരു മുതലാളിയുടെ ഭാഷയിലാണല്ലോ സംസാരിക്കുന്നത്. അയ്യോ, ഞാൻ എന്ത് മുതലാളി? വല്ലവർക്കും വേണ്ടി ഒരുപാട് അടിയിടിയെ കൊണ്ടല്ലേ ആശാൻ. ഇനിയെങ്കിലും അടങ്ങി ഒതുങ്ങി ജീവിക്കുന്ന കണ്ടാ കൊള്ളാം എന്നുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞു പോയതാ. എന്റെ രക്തത്തിന്റെ സ്വഭാവമാണ് ഗോപാല. ഞാൻ മരിച്ചാലും ചൂഷകരോടുള്ള എന്റെ വെറുപ്പ് തരില്ല. തീർണമെന്നില്ല. അല്ല, വേണ്ട. ഓ, ഇനി ഞാൻ എന്തു പറഞ്ഞാലും നിന്റെ വില കയറില്ല. ആ, ഓരോരുത്തർക്കും ഓരോ ജാതി സോക്ക്. അല്ല, ആശാൻ പോയ ട്രീസ, വരുന്നു. ഓഹോ, കൂടെ കൂട്ടിക്കൊണ്ടു പോകാൻ കാത്തു നിൽക്കായിരിക്കും. വർഗീസ്. അതെ, ഞാൻ തന്നെ. പെട്ടെന്ന് ഇങ്ങ് കയറി വരുമെന്ന് കരുതിയില്ലല്ലേ? ആ, ഞാൻ ജയിലിലായിരുന്നത് കൊണ്ടോ നല്ല സൗകര്യമായിരുന്നല്ലോ. എനിക്ക് അല്പം ധൃതിയുണ്ട്. ഓ, ഞാനും അല്പം ധൃതിയില്ല. പക്ഷേ എന്തെങ്കിലും ഒന്ന് ചെയ്യാതെ തിരിച്ച് ജയിലിലോട്ട് പോകുന്നത് എങ്ങനെയാ? മനസ്സിലായില്ല. കണ്ടവന്റെ ഒക്കെ പുറകെ നടക്കുന്ന തേടിച്ച്. വർഗീസ്, കുറച്ചുകൂടി മര്യാദയായിട്ട് സംസാരിക്കണം. എടോ, എന്റെ പെങ്ങളോട് സംസാരിക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. പെങ്ങളോട് സ്നേഹമുള്ള ഒരു ചേട്ടൻ. ഈ പെങ്ങൾ ഇത്രയും കാലം എങ്ങനെ ജീവിച്ചിരുന്നു താൻ മനസ്സിലാക്കിയിരുന്നോ? അതിനൊക്കെ താനുണ്ടല്ലോ, വിശാല മനസ്കൻ. ആണുങ്ങളില്ലാത്ത വീട്ടിലെ പെണ്ണുങ്ങളെയൊക്കെ ജീവിപ്പിക്കുന്ന ഒരു പണക്കാരൻ. എന്താടാ നീ പറഞ്ഞത്? എന്തെങ്കിലും ചെയ്യാതെ ജയിലിൽ പോകാൻ പറ്റില്ലെന്ന്. ഓ, ജയിലിൽ പോയി റെസ്റ്റ് എടുക്കുക. ഐ എം സോറി. ഇറ്റ്സ് ഓൾ റൈറ്റ്.